SCERT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ് ആണ്. ഇന്നത്തെ ഓഡിയോയിൽ 9ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്ററായ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. രക്തത്തിൽ രക്തകോശങ്ങളുടെ അളവ് 45%. രക്തത്തിലെ രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റുകൾ, വെള്ള രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് 55%. രക്തകോശങ്ങളുടെ അളവ് 45%, പ്ലാസ്മയുടെ അളവ് 55%. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിൽ. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിൽ. ദഹനഫലമായുണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശത്തിലെത്തുന്നത് പ്ലാസ്മയിലൂടെ. പ്ലാസ്മയിലെ ജലത്തിൻ്റെ ശതമാനം 90 മുതൽ 92% വരെ. പ്ലാസ്മയിൽ ജലത്തിൻ്റെ ശതമാനം 90-92. പ്ലാസ്മയിലെ പ്രോട്ടീനുകളുടെ ശതമാനം 7-8%. രക്തത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനുപയോഗിക്കുന്ന ഒരു രാസവസ്തു എഥിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഏതാണ്? എഥിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. രക്തത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനുപയോഗിക്കുന്ന രാസവസ്തുവാണ് എഥിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. പ്ലാസ്മയിൽ കാണപ്പെടുന്ന മറ്റു ഘടകങ്ങളാണ് കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് കാണാറുണ്ട്. എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഒരാളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം അയാളുടെ മുഷ്ടിയുടെ വലിപ്പത്തോളം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം പെരിക്കാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരങ്ങൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിക്കാർഡിയൽ ദ്രവം. ഹൃദയമിടിക്കുമ്പോൾ സ്തരങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് പെരിക്കാർഡിയൽ ദ്രവം. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് എന്താണ്? സിര. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിലേക്ക് സിരയും ഹൃദയത്തിൽ നിന്ന് ധമനികളും. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഭാഗമാണ് സൈനോ ഏൻട്രിയൽ നോഡ്. എന്താണ്? സൈനോ ഏൻട്രിയൽ നോഡ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഭാഗമാണ് സൈനോ ഏൻട്രിയൽ നോഡ്. ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സൈനോ ഏൻട്രിയൽ നോഡിനെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നു എന്നുകൂടി വിളിക്കുന്നു. പേസ് മേക്കർ എന്നുകൂടി വിളിക്കുന്നു. ഹൃദയ അറകൾ ഏതൊക്കെയാണ്? ഇടത് ഏൻട്രിയം, വലത് ഏൻട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. ഇങ്ങനെ 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. ഹൃദയ അറകൾ ഏതൊക്കെയാണ്? ഇടത് ഏൻട്രിയം, വലത് ഏൻട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതും എന്താണ്?
രക്തം. കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതും രക്തമാണ്. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന സിരകൾ ഏതൊക്കെയാണ്? ഊർധ്വമഹാസിര, അധോമഹാസിര, ശ്വാസകോശ സിരകൾ. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന സിരകളാണ് ഊർധ്വമഹാസിര, അധോമഹാസിര, ശ്വാസകോശ സിരകൾ. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളാണ് മഹാധമനി, ശ്വാസകോശധമനി. മഹാധമനി, ശ്വാസകോശധമനി. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയാറകളിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യരിൽ നടക്കുന്നത് എന്താണ്? ദ്വിപര്യനം. ദ്വിപര്യനത്തിൽ സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ഉൾപ്പെടുന്നു. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് വെൻട്രിക്കിളിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. എന്താണ്? ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് വെൻട്രിക്കിളിൽ അവസാനിക്കുന്ന, വലത് വെൻട്രിക്കിളിലല്ല, ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏൻട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏൻട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമണറി പര്യനം. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏൻട്രിയത്തിൽ അവസാനിക്കുന്നത് പൾമണറി പര്യനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏൻട്രിയത്തിൽ അവസാനിക്കുന്നത് പൾമണറി പര്യനം. ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരയാണ് പോർട്ടൽ സിരകൾ. ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ. പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കരളാണ്. കരളിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, ഫാറ്റി ആസിഡിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു, കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം. ഫാറ്റി ആസിഡിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്നു, കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം. ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയമാണ് 9.8 സെക്കൻഡ്. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയമാണ് 9.8 സെക്കൻഡ്. ഹൃദയം 1 മിനിറ്റിൽ സ്പന്ദിക്കുന്നത് 72 തവണയാണ്. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം 9.8 സെക്കൻഡാണ്. 9.8 സെക്കൻഡ് അല്ല, 0.8 സെക്കൻഡ്. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. ഹൃദയം 1 മിനിറ്റിൽ ശരാശരി സ്പന്ദിക്കുന്നത് 72 തവണ. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഏന്ദ്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളുകളും വിശ്രാന്താവസ്ഥയിലെത്തുന്നത് അറിയപ്പെടുന്നത് ഡയസ്റ്റളി. അപ്പോൾ ഹൃദയ അറകളുടെ സങ്കോചമാണ് ഡയസ്റ്റളി. ഹൃദയ അറകൾ പൂർവ്വസ്ഥിതിയിലെത്തുക അല്ലെങ്കിൽ വിശ്രാന്താവസ്ഥയിലെത്തുന്നതാണ് ഡയസ്റ്റളി. സിസ്റ്റളി ആൻഡ് ഡയസ്റ്റളി. ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. സിസ്റ്റളിക് പ്രഷർ 120 mmHg ആണ്. 120. സിസ്റ്റളിക് പ്രഷർ 120. ഡയസ്റ്റളിക് പ്രഷർ 80 mmHg ആണ്. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഡയസ്റ്റളിക് പ്രഷർ. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തിയിലുടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ്. സിസ്റ്റളിക് മർദ്ദവും ഡയസ്റ്റളിക് മർദ്ദവും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സിഗ്നോമാനോമീറ്റർ. അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg. അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg. അഭിലഷണീയമായ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. അഭിലഷണീയമായ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ.
അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും അമിത ഉപയോഗം, പുകവലി, വ്യായാമക്കുറവ്. ഹൈപ്പർ ടെൻഷനും ഹൈപ്പോടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കാവുന്നത് പക്ഷാഘാതം, ഹൃദയാഘാതം. ടിഷ്യൂ ദ്രവം ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തത്തിലാണ്. ലിംഫ് ആഗിരണം ചെയ്യപ്പെടുന്നത് ലോമികക്കുള്ളിലാണ്. പ്ലീഹയുടെ സവിശേഷതകൾ എന്താണ്? ഏകദേശം 4 ഇഞ്ച് വലിപ്പം, പർപ്പിൾ നിറം, 2000 ഗ്രാം തൂക്കം, ഉദരാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിൻ്റെ ഇടതുഭാഗത്ത് കാണപ്പെടുന്നു. പ്ലീഹയുടെ സവിശേഷതകളാണ് ഏകദേശം 4 ഇഞ്ച് വലിപ്പം, പർപ്പിൾ നിറം, 200 ഗ്രാം തൂക്കം, ഉദരാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിൻ്റെ ഇടത് താഴത്ത് കാണപ്പെടുന്നു. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ. ശരീരത്തിലെ ആയുധപ്പുരയെന്നോ പട്ടാള ക്യാമ്പെന്നോ അറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. ലിംഫിനോഡും ലിംഫ് നോമികകളും ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും സ്പ്ലീനയും ചേരുന്നതാണ് ലിംഫ് വ്യവസ്ഥ. നായിൽ ഹൃദയം മാറ്റിവെക്കുന്നതിന് നേതൃത്വം നൽകിയ റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഡെമിക്കോവ്. മനുഷ്യനിൽ ആദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ക്രിസ്ത്യൻ ബെർണാഡ്. ഇന്ത്യയിൽ ആദ്യമായി നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ പി വേണുഗോപാൽ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ആശുപത്രി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹി. കൃത്രിമ ഹൃദയം ആദ്യമായി വെച്ചു പിടിപ്പിച്ച വർഷമാണ് 1982. കൃത്രിമ ഹൃദയം ആദ്യമായി വെച്ചു പിടിപ്പിച്ച വർഷമാണ് 1982. ആദ്യം കൃത്രിമ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് റോബർട്ട് ജാർവിക്കും ജോഹൻ കോവും. റോബർട്ട് ജാർവിക് ആൻഡ് റോഹൻ കോവ്. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടി ധമനിഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ്. വേരുകൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് സൈലമാണ്. സസ്യങ്ങളിൽ ആഹാര സംവഹനം നടക്കുന്ന ഭാഗമാണ് ഫ്ലോയത്തിലെ മുഖ്യ ഭാഗമായ സീൻ നാളികളിലൂടെ. സസ്യങ്ങളിൽ ആഹാരം സംവഹനം നടക്കുന്ന ഭാഗമാണ് ഫ്ലോയം. വേരുകൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നത് സൈലമാണ്. സസ്യങ്ങൾ ആഹാര സംവഹനം നടത്തുന്ന ഭാഗമാണ് ഫ്ലോയത്തിലെ മുഖ്യ ഭാഗമായ സീൻ നാളികളിലൂടെ. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയമാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠഭാഗത്തു നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.